അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനികളായ സത്യവിശ്വാസികൾ, പരിശുദ്ധമായ റമളാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പുണ്യ മദീന പള്ളിയിൽ ഒരു അറാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന ആ മിഹ്റാബിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുകയുണ്ടായി. ഇത് കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, താങ്കൾ അനുവദിച്ചാൽ ഞങ്ങൾ ആ അറാബിയുടെ പിരടി വെട്ടാമെന്ന് പറഞ്ഞു. തൊട്ടുപോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് മറുപടി പറഞ്ഞു. അങ്ങനെ ആ അറാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുരക്ഷിതമായി കൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തെത്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് യാത്ര അയച്ചു. അതേ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരാളെ മദീന പള്ളിയിൽ നിന്നും ആട്ടിയോടിച്ചു വിടുകയുണ്ടായിരുന്നു. ആരായിരുന്നു ആ വ്യക്തി? പവിത്രമായ കുടുംബബന്ധം കളങ്കപ്പെടുത്തിയവനായിരുന്നു അദ്ദേഹം. പവിത്രമായ കുടുംബബന്ധത്തെ മുറിച്ചവരായിരുന്നു ആ വ്യക്തി. ആ വ്യക്തിയെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നിന്നും ആട്ടിവിടുന്നത് കണ്ടപ്പോൾ അവിടുത്തെ സ്വഹാബ കിറാം ചോദിക്കുകയുണ്ടായി, അല്ലയോ പ്രവാചകരെ, എന്തിനാണ് താങ്കൾ ഇത്ര ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഈ പള്ളിയിൽ നിന്നും മദീന പള്ളിയിൽ നിന്നും ആട്ടിവിട്ടതെന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബബന്ധം മുറിച്ചവന്, കുടുംബബന്ധത്തിന് കളങ്കം ഏൽപ്പിച്ചവന് ഈ ഭൂമിയിൽ അവൻ നിൽക്കുന്ന ഒരു സദസ്സിൽ റഹ്മത്തിൻ്റെ മലക്ക് ഇറങ്ങുകയില്ല. അവൻ കുടുംബബന്ധം മുറിക്കുന്നവൻ ചെയ്ത ഒരു നിസ്കാരവും ഒരു ഇബാദത്തും ഒരു ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന പവിത്രമായ കുടുംബബന്ധത്തിൻ്റെ മഹത്വം എത്രയാണെന്നാണ് ഈ ചരിത്രത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. കുടുംബബന്ധത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് ഈ ചരിത്രത്തിലൂടെയും ഈ ഹദീസിലൂടെയും പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് വിളിച്ചോതുന്നത്. ഒരിക്കൽ ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഭക്ഷണ വിശാലതയും ദീർഘായുസ്സും ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ ആ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് വ്യക്തമാക്കി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സാമ്പത്തികത്തിൻ്റെ പേരിലും സ്വത്ത് തർക്കത്തിൻ്റെ പേരിലും സ്വന്തം പെങ്ങന്മാരോടും സഹോദരന്മാരോടും പൂർവ്വപിതാക്കന്മാരോടും പിണങ്ങിക്കഴിയുന്ന ധാരാളം കുടുംബങ്ങളെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ വളരെ മുഖ്യമായി കൊണ്ട് ഈ സുലത്തുർ റഹ്മ് എന്ന ഈ കുടുംബബന്ധം നാം അതിനെ കാണേണ്ടതുണ്ട്. നാം അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളിൽ നിന്നും അകന്നു കഴിഞ്ഞ് കൂടുന്ന കുടുംബങ്ങളെ നമ്മളിലേക്ക് ചേർത്തുകൊണ്ട്, നമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവരെ കൂടി ആ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ളതാകട്ടെ ഈ പരിശുദ്ധമായ റമളാൻ മാസം എന്ന് ഒരാവർത്തി കൂടി നിങ്ങൾക്ക് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിട ചോദിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.